നിന്റെ ചിരി എവിടെ പോയടി, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി, ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചിരിച്ച് സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല. ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ, ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണല്ലോ ഇതൊക്കെ കേട്ട് ചിരി വന്നില്ലെങ്കിൽ എന്താ പറയാ. ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ ജോളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ വിഷയം ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒന്ന്, എനിക്ക് പ്രാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നല്ല രസകരമായ കാര്യമാണ്. പക്ഷെ അതെങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഉപയോഗിക്കുന്ന രീതിയിൽ എനിക്ക് കാര്യമായിട്ടുള്ള പ്രതിഷേധമുണ്ട് അല്ലെങ്കിൽ എതിർപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയം ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാനത് ഒന്ന് രണ്ട് സർക്കാസ്റ്റിക്കായിട്ട് ഉപയോഗിച്ചു എന്നല്ലാതെ ആ വിഷയം ഞാൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ കുറ്റക്കാരിയായിട്ടുള്ള വ്യക്തി RJ അഞ്ജലി, അവരുടെ സുഹൃത്ത് ഇതുവരെയും മാപ്പും കോപ്പുമായിട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ RJ അഞ്ജലി ഉരുണ്ട് പറയുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം സാധാരണക്കാർക്ക് അത്യാവശ്യം ആലോചിച്ചാൽ മനസ്സിലാകും. കൈവിട്ട് പോകുന്നു തോന്നിയപ്പോൾ മാപ്പായിട്ട് ഇറങ്ങിയതാണ്, അല്ലാതെ അതിന് വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. എന്തായാലും മാപ്പ് പറഞ്ഞുള്ള കാര്യം വലിയ കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ ഇവർ പറഞ്ഞത്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ റിയാക്ഷൻ എടുക്കുന്നു. ഒന്ന്, മാനസികാവസ്ഥ. രണ്ട്, പ്രൈവസി. പ്രാങ്ക് ചെയ്യുന്നവരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ചിന്തിച്ചല്ലോ എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം. എന്തായാലും ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയൊരു മാപ്പ് ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അതിനുശേഷം വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നത്. അപ്പോൾ അതിൽ ചില ന്യായീകരണങ്ങൾ, ഞാൻ ന്യായീകരിക്കാൻ വന്നതല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഫുള്ള് ന്യായീകരിച്ച് മെഴുകലാണ് ഈ RJ അഞ്ജലി അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ആ മെഴുകലിലെ അർത്ഥമില്ലായ്മയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ആ മാപ്പിൽ ചില ഭാഗങ്ങൾ കേട്ടു നോക്കാം. അത് പറയുന്നതിന് ഒരുപക്ഷെ ഈ വിഷയം അറിയാത്തവർ വേണ്ടി മാത്രം ഒരു കാര്യം പറയണം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഒരു പ്രാങ്ക് കോൾ ചെയ്തു. മൈലാഞ്ചി ഇടുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പൃഷ്ഠഭാഗത്ത്, അല്ലെങ്കിൽ ഇവരുപയോഗിച്ച ഭാഷയിൽ പറഞ്ഞാൽ കുണ്ടി, ഇത് രണ്ടും മോശമായ വാക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പൃഷ്ഠമെന്ന് പറയുന്നത് ശ്രേഷ്ഠമാണെന്നും കുണ്ടി എന്ന് പറയുന്ന വാക്ക് മോശമാണെന്നും, ഇതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമായ അവയവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഏത് അവസരത്തിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റേയാൾക്ക് എങ്ങനെ അപ്പീലാവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മറ്റേ എന്നാത്താൻ കേസ് ഇടുന്ന സിനിമയിൽ പറയുന്നത് പോലെ, രാജീവ ഇനി നിന്റെ ചന്തി പൃഷ്ഠം എന്നറിയപ്പെടും. അതുകൊണ്ട് ഇവർ പറയുന്ന സംഭവം എൻ്റെ വീഡിയോയിൽ ഇനി പൃഷ്ഠം എന്നായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പൃഷ്ഠഭാഗത്ത് മൈലാഞ്ചി ഇട്ട് കൊടുക്കുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് ഇവരെ വിളിച്ചു. അവർ ആ കോൾ കട്ട് ചെയ്തു. അത് വളരെ വലിയ തമാശയാണെന്ന് ഇവർ വിചാരിക്കുകയും ആ തമാശയാണെന്നുള്ള സംഭവം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആളുകൾ ഇടം ബലം എടുത്തിട്ട് അടിച്ചു. എന്ന് വെച്ചാൽ തല്ലെന്നല്ല, നല്ലപോലെ വിമർശിച്ചിട്ട് ഒരു കാര്യം മനസ്സിലായില്ല, കുറേ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നു. അതൊന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ മാപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ലോക മാപ്പ് വരെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ലോകത്തുള്ള സകല മലയാളികളുടെ ഒക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആദ്യത്തെ മാപ്പ് വീഡിയോയിലെ ചില കാര്യങ്ങൾ. വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. ഇത് മീശമാധവൻ എന്ന ചിത്രത്തിലേക്ക് ഇവരോട് ചാരി വെച്ചിട്ടുണ്ട്. അതിലെ പിള്ളേച്ചൻ എന്ന കഥാപാത്രത്തേക്കാണ് ഇതിനകത്ത് വലിച്ചിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾ ആ സിനിമ കണ്ടതിൻ്റെ പ്രശ്നമാണെന്നാണ് ഇപ്പോൾ എനിക്ക് കേട്ടിട്ട് മനസ്സിലായത്. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഞങ്ങളത് ഉപയോഗിച്ചതെന്നാണ്. അപ്പോൾ അതിനുശേഷം ഇവർ വിമർശനം വന്നപ്പോൾ ഇട്ട ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്, പിള്ളേച്ചൻ കേരളം കത്തിക്കുമോ എന്ന് പറഞ്ഞിട്ട് മീശമാധവനിലെ കഥാപാത്രമായിട്ടുള്ള ഭഗീരഥൻ പിള്ള എന്ന കഥാപാത്രം, ആ ജഗതി അവതരിപ്പിച്ച കഥാപാത്രം, അയാളുടെ ഫോട്ടോ അടക്കം ഇട്ടിരിക്കുന്ന ഒരു സംഭവം. ഈ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ആ സിനിമയിലെ രംഗം നിങ്ങളൊന്ന് ജീവിതത്തിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ പ്രാങ്കിന് നിങ്ങളെ സ്വാധീനിച്ചെന്ന് പറഞ്ഞല്ലോ. അത് രാവിലെ RJ അഞ്ജലി വാതിൽ തുറക്കുമ്പോൾ ഒരു 5-6 പേര് നിരന്ന് നിന്ന് മുണ്ട് പൊക്കി കാണിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? RJ അഞ്ജലി എന്തായിരിക്കും ചെയ്യുക? അത് പ്രാങ്കായിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ നേരെ പോയിട്ട് പരസ്യമായ നഗ്നതാ പ്രദർശനത്തിന് കേസ് കൊടുക്കുക? ക്രിമിനൽ ഒഫൻസാണ്. സിനിമ കണ്ടതിൻ്റെ ആവശ്യത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കുമോ? നേരെ തിരിച്ച് നിങ്ങൾ ഇതേപോലെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യാൻ ആരുടെങ്കിലും വാതിക്കൽ പോയിട്ട് ഇതേപോലെ ചെയ്യുമോ? പിള്ളേച്ചനെ കാണിച്ചത് ഞങ്ങളും കാണിച്ചെന്ന് പറയുമോ? എന്നിട്ട് ഇല്ല. അപ്പോൾ ഇത് വെറും മുട്ടായുക്തിയാണ് എന്ന് പറയാൻ വേണ്ടി എടുത്തിട്ടാണ് ഈ കാര്യം. ചെയ്ത കാര്യം തെറ്റാണെന്ന് തെറ്റായിട്ട് തന്നെ സമ്മതിക്കണം. അല്ലാതെ ഞങ്ങൾ അതുകൊണ്ട് ഇൻഫ്ലുവൻസ്, ഇതുകൊണ്ട് ഇൻഫ്ലുവൻസ്, ഈ ന്യായങ്ങളൊക്കെ വെറും പൊള്ളത്തരമാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വിചാരിക്കാത്തതിന്റെ പ്രശ്നം തലക്കാത്ത മൂളയില്ലാത്തതുകൊണ്ടാണ്. വാക്ക് എന്ന് പറയുന്നതും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വാക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റായി അപ്പീൽ ചെയ്യുന്നൊരു വാക്കല്ല. ഒരു സാധാരണ രീതിയിൽ നമ്മളൊക്കെ ജനിച്ചു വളർന്ന നാട്ടിൻപുറത്ത് ഈ ചന്തി എന്ന വാക്കോ പൃഷ്ഠമെന്ന വാക്കൊന്നും
ഞങ്ങളുടെ കാലത്ത് എത്തിയിട്ടില്ല. ഇത് മലയാള പാഠപുസ്തകത്തിൽ പര്യായ പദമായിട്ട് പോലും കണ്ടിട്ടില്ല. അന്നൊക്കെ നിതംബം എന്നൊക്കെയാണ് പാഠാവലിയിലൊക്കെ കണ്ടിട്ടുള്ളത്. ഈ പാട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അതെന്നെ കാര്യമായിട്ട് അപ്പീൽ ചെയ്യില്ല. പക്ഷേ മറ്റൊരു വ്യക്തിയെ അത് അപ്പീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവരെന്തുകൊണ്ട് ആ കോൾ കട്ട് ചെയ്തു? ആ വാക്കാണ് പ്രശ്നം. ആ വാക്ക് മാത്രമല്ല, അവിടെ മൈലാഞ്ചിയിട്ട് തരുമെന്ന് ചോദിക്കുന്നതാണ് പ്രശ്നം. അത് അവർ തൊഴിലിനെ അപമാനിച്ചതല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എങ്കിൽ നിങ്ങളെ തലക്കകത്ത് മൂളയില്ലെന്നാണ് അർത്ഥം. പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല. ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. എന്തൊരു കോമഡിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒരുപാട് കോമഡികളുണ്ട് കേട്ടോ. അതിനകത്തൊരു കോമഡിയാണ് ഈ സംഭവം. നിങ്ങൾ റാൻഡമായിട്ടല്ലേ വിളിക്കുന്നത്? നിങ്ങൾ പിന്നെ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് എവിടെ നിന്നോ ആരോ ഗൂഗിൾ ഫോമിൽ സബ്മിറ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ? ആർക്ക് വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം. ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാൻ ആധാർ കാർഡൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ ആരുടെ നമ്പറും കൊടുക്കാം. എനിക്ക് ആരുടെ പ്രൈവസിയെയും ബാധിക്കുന്ന രീതിയിൽ അയാളുടെ ഫോൺ നമ്പർ റിവീൽ ചെയ്യും. ആ ഫോൺ നമ്പർ റിവീൽ ചെയ്യുന്നത് പ്രൈവസി ബ്രീച്ച് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒരാൾ അയച്ചു കൊടുക്കുന്ന നമ്പറിലേക്ക് അങ്ങോട്ട് വിളിച്ച് അവരെ പ്രാങ്ക് ചെയ്യുന്നത് അവരുടെ പ്രൈവസി ബ്രീച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ല? അത് ആ കാര്യം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ വന്നിട്ട് വളരെ റാൻഡമായിട്ടൊന്നുമല്ല. നിങ്ങൾ വിളിക്കുന്ന റാൻഡമായിട്ടാണ്. എനിക്ക് നിങ്ങളുടെ വരുന്ന ഒരു കോള് വളരെ റാൻഡം കോളാണ്. നിങ്ങൾ എന്ത് കോപ്പാണ് ഈ പറയുന്നത്? റാൻഡമായിട്ടല്ല പ്രൈവസിയൊക്കെ മാനിക്കുമെന്ന് പറയുന്നത്. ഇതൊക്കെ വല്ല ബോധമില്ലാത്ത നിങ്ങളെപ്പോലെ സമാനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലയിൽ കയറുമായിരിക്കും. നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാൻ നിൽക്കരുത്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. ഈ ഒരു കാര്യം പറഞ്ഞെടുത്താണ് ഇവരുടെ ഡബിൾ സ്റ്റാൻഡ് മനസ്സിലാവുന്നത്. ഇതേപോലെ ഒരു വീഡിയോ ഒരു പണ്ട് ചെയ്യണമെന്ന് പറയുന്നത്, വേറെ എത്ര ചെയ്യുന്ന അവർക്ക് തന്നെ ബോധമില്ലെന്നാണ് അവർ പറയുന്നത്. അവർക്ക് പിടുത്തമില്ലെന്നാണ് പറയുന്നത്, ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല. ഇതേപോലെ തന്നെ ഒരാളോട് വിളിച്ചിട്ട് അയാളുടെ ബൈക്ക് വെയിലത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇയാളുടെ പൃഷ്ഠം ഫ്രൈ ആയി പോകും എന്ന രീതിയിലൊരു പ്രയോഗം നടത്തി. അന്ന് ആ വീഡിയോ ആൾക്കാർ ചിരിച്ചിട്ടുണ്ടാകും, ആഘോഷിച്ചിട്ടുണ്ടാകും. അയാൾ പ്രത്യേകിച്ചൊന്നും പറയാത്തുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ആരും വിമർശനമായിട്ട് വരാത്തത് കൊണ്ട് ഇവർക്ക് അതിനകത്ത് യാതൊരു തെറ്റും തോന്നിയില്ല. പക്ഷേ ആ കോളിലുള്ള വ്യക്തി അയാൾ അനുഭവിച്ചൊരു മാനസികത ഉണ്ടാവില്ലേ? ഇയാളുടെ ഈ കോള് പലരും എടുത്ത് തമാശയായിട്ട് അയാൾ എങ്ങനെ എടുത്തുന്നുള്ളത് നമുക്കറിയില്ലെങ്കിലും ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ ഈ വിഷയത്തിൽ പോലെ തന്നെ മനോവിഷമം അയാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാരാണ് പരിഹാരം കാണുക? ഈ സ്ത്രീക്ക് വേണ്ടി ഈ കാര്യത്തിൽ ആ സ്ത്രീക്ക് വേണ്ടി ആളുകൾ സംസാരിച്ച് നിങ്ങൾ വിമർശിച്ചു. അതുകൊണ്ട് മാത്രം നിങ്ങളൊരു മാപ്പും കോപ്പുമായിട്ട് പുറത്തിറങ്ങി. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഇത് ആഘോഷിക്കപ്പെട്ടില്ല. അതാണ് നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡ്. നിങ്ങൾക്ക് ഡെറ്റിൻ്റെ പണി കിട്ടുമെന്ന് തോന്നിയപ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ മാപ്പായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മാപ്പ് പറച്ചിലിന് നിങ്ങൾ തന്നെ ആ വീഡിയോയുടെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ മാപ്പ് പറച്ചിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്ന് പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ പറയുന്നത് നിങ്ങൾക്കൊരു ആത്മാർത്ഥത ഇല്ല എന്നുള്ളത്. ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ, ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യം പറയാട്ടോ, എനിക്ക് ഇതിനേക്കാളും വലിയ കോമഡി ലോകത്ത് കേൾക്കാനില്ല. ആ സ്ത്രീയെ ഫോണിൽ വിളിച്ചിട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യം റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ട് പ്രാങ്കാണെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീ പറയാണ് ഞാൻ അവരോട് മാപ്പ് പറയുന്ന വീഡിയോ പുറത്തുള്ള കാരണം അവരുടെ പ്രൈവസിയെ ബാധിക്കുമെന്ന്. നിങ്ങൾ എന്തോ കോപ്പാണ് പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ പബ്ലിഷ് ചെയ്ത 2 വ്യക്തികളാരും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ ബൈക്ക് യാത്രികൻ, അതേപോലെ തന്നെ ഈ മെഹന്തി ഇടുന്ന സ്ത്രീ. ഇവർ രണ്ടുപേരുടെ അനുവാദം മേടിച്ചിട്ടാണോ ആ പ്രാങ്ക് പുറത്തു വിട്ടത്? നിങ്ങൾ പ്രാങ്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രാങ്ക് ചെയ്യുമ്പോൾ എന്നുള്ള പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. പക്ഷേ അതിന് പകരം നിങ്ങൾ അതിനുശേഷം ഇത് പ്രാങ്കാണ്, ഞങ്ങൾ ചെയ്ത പ്രാങ്കാണ്, ഞങ്ങളിങ്ങനെ വീഡിയോ ഞങ്ങളിത് പബ്ലിഷ് ചെയ്യുന്നവരാണ് എന്നൊരു പെർമിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പെർമിഷൻ ഇല്ലാതെ ആ വീഡിയോ പബ്ലിഷ് ചെയ്തതോടെ അവിടെ പ്രൈവസി ബ്രീച്ച് സംഭവിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഈ വലിയ വേദാന്തം പറയാനായിട്ട് ചെറിയ തൊലിക്കട്ടി ഒന്നുമല്ലാട്ടോ വേണ്ടത്, നല്ല തൊലിക്കട്ടി വേണം. ഇതാ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ലുട്ടാപ്പി മൈൻഡുള്ള ആൾക്കാരെ പറഞ്ഞത് ബോധ്യപ്പെടുത്താൻ പറ്റും. ഒരല്പം ചിന്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളീ പറയുന്നതിൻ്റെ പൊട്ടത്തരം, നിങ്ങളീ പറയുന്ന വെറും ന്യായീകരണമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. വെറും മുട്ടായുക്തി. അതാണ് നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല എന്ന് പറയുന്നത്. ഒരുത്തനെ കളിയാക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വിടുക, അന്നേരം നിങ്ങൾക്കൊരു പ്രൈവസി ബ്രീച്ചും തോന്നിയില്ല. പിന്നീടാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധോദയം. എമ്മാതിരി മെഴുകലാണെന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ ചിരി എവിടെ പോയടി, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി, ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചിരിച്ച് സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല. കറക്റ്റ്. മാനസികാവസ്ഥ അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഈ പ്രാങ്ക് ചെയ്ത് എത്ര പേരുടെ ചിരി കളഞ്ഞിട്ടുണ്ട്?
അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രാങ്ക് ചെയ്യുന്നത്, ആ പ്രാങ്ക് ചെയ്ത് കഴിയുമ്പോൾ ആരാണോ പ്രാങ്ക് ചെയ്യപ്പെട്ടത് അയാൾക്ക് ആസ്വദിക്കാനുള്ള ഒരു അവസരം അതിനകത്തുണ്ടാവണം. ചിരിക്കാനുള്ള അവസരം. എത്രയോ പ്രാങ്കുകൾ നമ്മൾ ടി വി ഷോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷം അവർ ചിരിക്കുന്നിടത്താണ് ആ പ്രാങ്ക് വിജയിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർ പൊട്ടിച്ചിരിക്കുന്നിടത്ത് ഒരു പ്രാങ്ക് സംഭവിക്കുന്നില്ല. അത് നിങ്ങളുടെ ക്രൂരമായ ആനന്ദമാണ്. പണ്ട് ഈ ഏപ്രിൽ ഫുൾ ഇപ്പോഴും ഉണ്ട്, പക്ഷെ പണ്ട് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഫുൾ എന്ന് പറയുന്നത്. ആളുകളെ പറഞ്ഞ് പറ്റിക്കും ഏപ്രിൽ ഫുൾ ഡേയിൽ എന്തെങ്കിലുമൊക്കെ. അത് ചിലപ്പോൾ ഓർത്തിരിക്കാൻ സാധ്യതയില്ല അന്ന് ഏപ്രിൽ ഫുൾ ആണെന്ന്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ നിസ്സാരമായ തമാശകളൊക്കെ ആയിരിക്കും അന്ന് സംഭവിക്കുന്നത്. പിന്നീട് അത് ക്രൂരമായി തുടങ്ങി. ആളുകളോട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ മരിച്ചുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കണം, വേഗം ഓടിച്ചെല്ല് എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നിർത്തിവെച്ച് ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഏപ്രിൽ ഫുൾ ആണെന്ന് പറയും. ആ ക്രൂരമായ തമാശയിലേക്ക് എത്തി തുടങ്ങി. അതേപോലെ മറ്റൊരു സംഭവമായിരുന്നു ഈ മുട്ടയടി പെരുന്നാളെന്ന് പറയുന്നത്. തലമുട്ട അടിക്കുന്നതല്ല, കോഴിമുട്ട അല്ലെങ്കിൽ താറാമുട്ടയൊക്കെ ആളുകളെ തലയിലടിച്ച് പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് മുമ്പാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്കൊരു 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം അതങ്ങനെ ഉണ്ടായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഈ മുട്ടയടി പെരുന്നാളിന് ആദ്യമൊക്കെ നല്ല മുട്ടയാണ് തലയിലടിച്ച് പൊട്ടിച്ചിരുന്നത്. എന്നാലും നമ്മൾക്ക് നല്ലപോലെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ തലയിൽ ഒരു കോഴിമുട്ട കൊണ്ട് നടക്കുന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. അത് തന്നെ ഒരു രീതിയിൽ ക്രൂരതയാണ്. ഇത് പിന്നീട് അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ പോകാൻ തുടങ്ങി. ചീഞ്ഞ മുട്ട എടുത്ത് തലയിലടിച്ച് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഈ മുട്ടയുടെ അകത്തുള്ള എഗ് വൈറ്റും യോക്കും എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം വരെ കോരിയെടുത്ത് വെച്ചിട്ട് അത് സീൽ ചെയ്ത് അതുകൊണ്ട് തലയിലടിച്ച് പൊട്ടിക്കുന്ന ക്രൂരതയിലേക്ക് പോയി. ക്രൂരമായ ആനന്ദം തമാശയിൽ കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ പ്രാങ്ക് എന്ന് വിളിക്കാൻ പറ്റില്ല. ചിരി പോയി എന്ന് പറഞ്ഞെങ്കിൽ ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ പല പ്രാങ്കുകളും എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും 2 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഇനിയെങ്കിലും അത് മാനിക്കുക. ഒരാളുടെ പ്രൈവസി, നിങ്ങളയാളെ പ്രാങ്ക് ചെയ്യുമ്പോൾ ആ പ്രാങ്ക് ചെയ്തതിന് ശേഷം അയാളുടെ അനുവാദമില്ലാതെ അത് പ്രചരിപ്പിക്കുന്നത് പ്രൈവസിക്കെതിരായ കാര്യമാണ്. 2, നിങ്ങൾ പ്രാങ്ക് ചെയ്യാൻ നോക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയാൾ ഏതൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഒരുപക്ഷെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴായിരിക്കും നിങ്ങളുടെ ഈ പ്രാങ്ക് അങ്ങോട്ട് ചെല്ലുന്നത്. മനസ്സിലായില്ലേ? മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ മെഴുകൽ എത്ര മെഴുകിയാലും വെളുക്കാൻ പോകുന്നില്ല. അതിൻ്റെ പിന്നാലെ ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ചാരിറ്റി ചെയ്യുന്നവനൊക്കെ എന്ത് കോപ്പും ചെയ്യാന്നുള്ള അധികാരമൊന്നും ഈ നാട്ടിൽ കൊടുത്തിട്ടില്ല. ചാരിറ്റി ചെയ്യുന്നതുകൊണ്ട് നാട്ടുകാരെ എങ്ങനെ വേണേലും കളിയാക്കാനുള്ള ലൈസൻസ് ഒന്നും ആരും നിങ്ങൾക്ക് തരുന്നൊന്നുമില്ല. അതുകൊണ്ട് ഇനി കൂടുതൽ മെഴുകാതെ നിങ്ങൾ ചെയ്തത് കംപ്ലീറ്റ്ലി തെറ്റാണ്. ഒരു സംഭവം പോലും ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിച്ചെന്നില്ല. നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾ തന്നെ പറയുന്നത് പ്രൈവസി ബ്രീച്ച്, മാനസികാവസ്ഥ, അതേപോലെ അവരുടെ തൊഴിലിനെ അധിക്ഷേപിച്ചത്, ഇത് 3ഉം ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഏത് സാഹചര്യം പറഞ്ഞാൽ എങ്ങനെ മെഴുകിയാലും ഇത് ന്യായീകരിക്കപ്പെടുന്നേയില്ല. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.